ചങ്ങായിമാരെ നിങ്ങൾ സംബന്ധങ്ങൾ അറിഞ്ഞ നമ്മളെ BJP-യിലുള്ള വൻ പൊട്ടിത്തെറി, ഒരു ഒന്നൊന്നര പൊട്ടിത്തെറി നടക്കുന്നു. BJP-യുടെ നേതാക്കന്മാരുണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തെറിവിളിയാണ് പോലും. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടല്ല 3 സീറ്റൊന്നല്ല 15 സീറ്റിന് മുകളിൽ കിട്ടാൻ പറ്റുമായിരുന്നാണ് BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞത്. അത് കിട്ടാതായിപ്പോത് ചില BJP-യുടെ നേതാക്കന്മാരല്ലേ അവര് കാലുവായത് കൊണ്ടാണെന്നാണ് BJP-യുടെ നേതാക്കന്മാർ തന്നെ പറയുന്നത്. അതായത് BJP-യുടെ ചില പ്രത്യേക നേതാക്കന്മാരല്ലേ തോൽക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന ചില പ്രത്യേക നേതാക്കന്മാർ അവരാണ് പോലും കാലുവാറിയത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി നടക്കുന്ന ചാണക സംഖ്യയിലാണ് CPM-നെയും കോൺഗ്രസിനെയും വല്ലാതെ കളിയാക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന BJP-യുടെ കോർ കമ്മിറ്റി യോഗത്തിലുണ്ടല്ല നമ്മളെ ടോർച്ച് സുരേഷില്ലേ, BJP-യുടെ ടോർച്ച് സുരേഷിനെയും നമ്മളെ ശോഭാ സുരേന്ദ്രനെയും എന്തിനും നമ്മളെ പൂഞ്ഞാലെ അപ്പനും മകനില്ലേ തന്തിയും മകനും അവരെ വരെയുണ്ടല്ല BJP-യുടെ ചില നേതാക്കന്മാർ എടുത്ത് കണ്ടം വഴി ഓടിച്ച്. എന്തായാലും നമുക്കുണ്ടല്ല അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു മനോഹരമായ വാർത്ത കേട്ടിട്ട് വന്നാലോ. തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഏകോപനം ഉണ്ടായില്ല എന്ന് BJP കോർ കമ്മിറ്റിയിൽ നേതൃത്വത്തിന് വിമർശനം. സീറ്റ് വീതം വെച്ചതിൽ പാളിച്ചയുണ്ടായി. PC ജോർജിനും ഷോൺ ജോർജും ക്രൈസ്തവ സഭകൾക്കെതിരെ രംഗത്തിറങ്ങി ആക്രമിച്ചത് തിരിച്ചടിയായി എന്നീ വിലയിരുത്തൽ വരികയാണ്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ BJP-യിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? അവിടെ ഷോണിനും PC-ക്കും വിമർശനം വരുന്നുണ്ട്. 2020-ക്ക് ആ ബാന്ധവത്തിൽ ഉണ്ടാകുന്ന വിലയിരുത്തൽ എന്താണ്? പ്രതീക്ഷ, തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രകടനം അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് BJP-യുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടനവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായ വിമർശനം നേതൃത്വത്തിനെതിരെ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായി. 15 സീറ്റെങ്കിലും ജയിക്കാമായിരുന്നു. അതിന് തിരിച്ചടിയായത്, ആ സാഹചര്യത്തിന് തിരിച്ചടിയായത് വേണ്ടത്ര ഏകോപനം ഇല്ലാത്തതായിരുന്നു എന്നുള്ളതാണ് ഉണ്ടായ വിമർശനം. അതിനൊപ്പം തന്നെ ഈ വടകര അതുപോലെ തന്നെ നാദാപുരം മേഖലകളിൽ വിമതർ BJP-യുടെ നേതാക്കൾ തന്നെ വിമതരായി മാറി. അപ്പോൾ അതിൽ ജില്ലാ പ്രസിഡന്റുമാർ ഈ കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ 2020-ക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട കടുത്ത വിമർശനം നേതൃയോഗത്തിലുണ്ടായി. ശോഭാ സുരേന്ദ്രൻ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണമായിരുന്നു എന്നുള്ള വിമർശനവും ഉണ്ടായി. ഏതായാലും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായത് ഷോൺ ജോർജിനും PC ജോർജിനും എതിരെയാണ്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ വക്താക്കളായിരുന്ന നേതാക്കൾ തന്നെ ഈ ക്രിസ്തുമത നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നത് വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ള വിമർശനം ഉയർന്നു. അതിനൊപ്പം തന്നെ ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു. KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടത് UDF-ന്റെ വാഗ്ദാനമാണ്. അപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഒരു സമരം നടത്തിയത് മണ്ടൻ സമരം എന്നാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നത്. K സുരേന്ദ്രനും അതുപോലെ തന്നെ PC ജോർജും പത്മജ വേണുഗോപാലും ഒക്കെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. അത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിനെ ലക്ഷ്യമിട്ടായിരുന്നു അത്തരം വിമർശനം ഉണ്ടായത്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ BJP-യുടെ കുലസ്ത്രീകളിൽ നിന്നുള്ള KSRTC നടത്തിയ സൗജന്യ യാത്രയുടെ പേരുള്ള ഒരു വൃത്തികെട്ട നാടകം. കുലസ്ത്രീ സംഘടനകളെ വാഗ്ദാനം തന്നുള്ളതൊക്കെ ശരി തന്നെ, ആ വാഗ്ദാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭയൊക്കെ രൂപീകരിക്കണ്ടേ, അതിനുള്ള സമയം കൊടുക്കണ്ടേ, അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ബുദ്ധിയും ചാണക സംഘിനി കുലസ്ത്രീകളെ നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയല്ലോ. എന്നിട്ട് ഈ ബുദ്ധിയും വിവരവും ലെവലേശും ഇല്ലാതെ ചാണക സംഘി കുലസ്ത്രീകളുണ്ടല്ല ആ KSRTC ബസ് കയറ്റിണ്ടല്ല പൈസ കൊടുക്കാതെ യാത്ര ചെയ്തു. എന്നിട്ട് ആ പാവം KSRTC ബസ്സിലെ വനിതാ ക്ലീനറിലെ അവർക്ക് അവരുടെ സ്വന്തം കയ്യിൽ പൈസ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയുണ്ടാക്കി ഈ ചാണക സംഘടനകൾ. ഉളുപ്പുണ്ട കുലശ്രീ ചാണക സംഘടനകളെ ആ പാവപ്പെട്ട വനിതാ കണ്ടക്ടറെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ലേശം ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. കുറച്ച് നാണുമാനും ഉളുപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുണ്ടല്ല ഇമാതിരി വൃത്തികേട് കാണിക്കില്ലായിരുന്നു. ഈ കുലശ്രീ സംഘടന ഉണ്ടല്ല ആദ്യ സമരം ചെയ്യേണ്ടത് എവിടെയാണെന്നറിയാം, നിങ്ങളെ തന്നെ നേതാക്കന്മാരുടെ വീട്ടിൽ പോയിട്ടാണ്. അവരാണ് 50 രൂപയ്ക്ക് പെട്രോൾ തരുന്നത് 10 വർഷം മുന്നേ പാടി നടന്നത്. അതുമാത്രമല്ല നിങ്ങളെ മൂത്തജി പറഞ്ഞത് ഓരോരോ അക്കൗണ്ട് ഉണ്ടല്ല 15 ലക്ഷം വരെ അങ്ങ് തള്ളിത്തരുന്നാണ് മൂത്തജി പണ്ട് തള്ളിയത്. അതുകൊണ്ട് കുലശ്രീ സ്ഥാനികൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുന്നാണുമാരുണ്ടെങ്കിൽ നിങ്ങളെ BJP നേതാക്കന്മാരുടെ അവരുടെ വീട്ടിൽ പോയിട്ടാണ് സമരം ചെയ്യേണ്ടത്. ഈ വൃത്തികെട്ട നാടകത്തിന്റെ സൂത്രധാരൻ ആരാവെന്നറിയാം, നമ്മുടെ ടോർച്ച് സുരേഷില്ലേ. ടോർച്ച് സുരേഷ് ആയാലും ഈ വൃത്തികെട്ട നാടകത്തിന്റെ സൂത്രധാരൻ അയാളുടെ തലേന്ന് മാത്രമേ ഇത്രയും വിഡിത്തം ഇത്രയും വൃത്തികെട്ട ബുദ്ധിയില്ലേ അത് വരാൻ സാധ്യതയുള്ളൂ. BJP നേതാക്കന്മാരുടെ എല്ലാത്തിനും തലയിൽ ചാണകാണെങ്കിലും നമ്മുടെ ടോർച്ച് സുരേഷിന്റെ തലയിലുണ്ടല്ല അതിൽ പ്രത്യേകതരം ചാണകമാണ്. ടോർച്ച് സുരേഷിനെതിരെ ഈ വിമർശനം മാത്രമല്ല ഇന്നലെ ഉണ്ടായത്. അതായത് സംഘടനയിൽ കാര്യങ്ങളൊന്നും അറിയിക്കുന്നതിന് പോലും ഇയാളുടെ ഇഷ്ടത്തിനാവലും സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തിയത്. അതാണ് ഈ വൻ പരാജയത്തിന് കാരണമെന്നാണ് കുറെ BJP നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ പറയുന്ന BJP നേതാക്കന്മാർ അനക്കൊന്നേ പറയുള്ളൂ, ഈ ചങ്ങായിക്ക് സംഘടനയുടെ കാര്യം പറ്റി ഒരു കാര്യം അറിയില്ലെന്ന്. കാരണം നിങ്ങൾ ചന്ദ്രശേഖരൻ മുതലാണ്ടില്ല ഈ ചങ്ങായിന ഒരു കാര്യം അറിയിക്കുന്നില്ല. അങ്ങനെ ഈ ചങ്ങായി അറിയാത്ത കാര്യം നിങ്ങൾ ഈ ചങ്ങായി എങ്ങനെയാണ് അറിയിക്കുക? ചന്ദ്രശേഖരൻ മുതലാളി ഉണ്ടല്ല ഈ ടോർച്ച് സുരേഷിനെ അവിടെ വെച്ചെന്ന് അറിയാം. ഇങ്ങനെ കുറെ പൊട്ടത്തരം പറയാനും ഇങ്ങനെ കുറെ വിഡിത്തരം കാണിക്കാനും വേണ്ടി മാത്രമാണ്. എന്നിട്ട് ചന്ദ്രശേഖരൻ മുതലാളിന്റെ തലയിൽ എന്തെങ്കിലും ഒരു കുറ്റം വരുമ്പോ ആ കുറ്റം വെച്ചുകൊണ്ടുള്ള ഈ ടോർച്ച് സുരേഷിന്റെ തലയിട്ടിട്ട് ചന്ദ്രശേഖരൻ മുതലാളി ഒരൊറ്റ മുങ്ങലങ്ങ് മുങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടോർച്ച് സുരേഷിനെ ചന്ദ്രശേഖരൻ മുതലാളി ഒരു നേതാവായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത്. ഇനി നമുക്ക് ഇന്നലെ BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും കൂടുതൽ തെറികെട്ടത് നമ്മളെ അപ്പനും മോനാണ്, നമ്മളെ പൂഞ്ഞാലിലെ തന്തക്കും മോനും.
BJP-ക്കാർക്ക് വേണ്ടി രണ്ട് ജീവൻ ഒഴിഞ്ഞു വെച്ച അപ്പനും മോനും BJP-ക്കാരുടെ വായി തന്നെ ഇത് കിട്ടണമായിരുന്നു. അതായത് ഈ അപ്പന്റെയും മോന്റെയും പരസ്യ പ്രസ്താവനയിലെ ആ പരസ്യ പ്രസ്താവന പോലും ഇത്രയും വലിയ പരാജയം BJP-ക്ക് ഉണ്ടാക്കിയത്. എല്ലാ ചാണകസംഘി BJP നേതാക്കന്മാരെ ഈ അപ്പനും മകനുണ്ടല്ല നിങ്ങളെ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം നാട്ടിൽ മൊത്തമുള്ള പരസ്യ പ്രസ്താവന തന്നെയായിരുന്നല്ലോ. അതായത് മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായി വർഗീയ പ്രസ്താവന നടത്തല്ലേ ഇവരെ പരിപാടി. ആ പരിപാടിക്ക് വളം വെച്ചു കൊടുത്തത് നിങ്ങൾ BJP-ക്കാർ തന്നെയല്ലേ, BJP നേതാക്കന്മാരെ. അപ്പം നിങ്ങൾ കണ്ടല്ല ഈ പരസ്യ പ്രസ്താവന ഒന്നും യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ പരാജയം 8 നില പൊട്ടിയപ്പോഴാണല്ലേ ആ പരസ്യ പ്രസ്താവന വേണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ 8 നില പൊട്ടിയപ്പം ആ പരസ്യ പ്രസ്താവന നടത്തിയ അപ്പനും മോനും നിങ്ങൾക്ക് വേണ്ടാത്തവരായി, വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരായി അല്ലേ. നിങ്ങൾ വീട്ടിൽ കയറ്റിയിലും കണ്ടില്ല അപ്പനും മോനുണ്ടല്ല PC ജോർജും ഷോൺ ജോർജും ഒറ്റയടിക്കണ്ടല്ല പാർട്ടി വിടാൻ എല്ലാ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഇനി കേരളത്തിൽ ഇവർക്ക് പാർട്ടി മാറാൻ വേണ്ടി വേറൊരു പാർട്ടിയില്ല. എല്ലാ പാർട്ടിയിലും പോയി എല്ലാ പാർട്ടിയുടെ കാലം പിടിച്ചു കഴിഞ്ഞ് ഇനി ഏത് പാർട്ടിയില്ലാതെ ഇതിന് പോവുക. അതുകൊണ്ട് ഈ അപ്പനും മകനോടില്ല ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കാൽ കീഴിൽ തന്നെ ജീവിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവരെ കോർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ തെറി കേട്ടത് നമ്മളെ പാലക്കാടെ ശോഭിച്ചയാവൂലും നന്മവരെ ശോഭിച്ചയായിട്ട് മത്സരിച്ചിട്ടും നേലായി മത്സരിച്ചിട്ടും ഒക്കെ 8 നില പൊട്ടിയ നമ്മളെ ശോഭേച്ചിക്കാവൂലും ഏറ്റവും കൂടുതൽ തെറി കേട്ടത്. അതായത് ശോഭേച്ചിയുള്ള സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ പ്രവർത്തകനെ വിളിച്ചിട്ട് പുളിച്ച തെറി വിളിച്ചില്ലേ. അത് മാത്രമല്ല കാറിന്റെ പെൻസീറ്റ് ഉണ്ടായത് നേലായിരുന്നു, മുല്ലപ്പൂ വെച്ച നേലാന്ന് പറഞ്ഞില്ലേ. അതൊക്കെയാണ് ശോഭാ സുരേന്ദ്രന്റെ പരാജയം. അതിന്റെ കൂടെ പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടിട്ട് മെയിൻ കാരണം പോലും. അതായത് ശോഭേച്ചിനെ കൊണ്ട് ശോഭേച്ചി മാത്രമല്ല പൊട്ടിയത് പോലും BJP-ന്റെ പല നേതാക്കന്മാരും ശോഭേച്ചിന്റെ പൊട്ടത്തരം കൊണ്ട് പൊട്ടിയതാണ് BJP-ക്കാർ പറയുന്നത്. എല്ലാ BJP-ക്കാരെ നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ശോഭേച്ചി 8 നില പൊട്ടിട്ടും ശോഭേച്ചിക്ക് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോ. പിന്നെ അടുത്ത തെറി കേട്ടതായിരിക്കും അറിയാം നമ്മളെ ഉള്ളി സുരേട്ടനെ പോലും അടുത്ത ഏറ്റവും വലിയ തെറി കേട്ടത്. ഉള്ളിയേട്ടനുണ്ടല്ല മഞ്ചേശ്വരത്ത് മാത്രമല്ല പോലും മത്സരിക്കാൻ നോക്കിയത്, വട്ടിയൂർക്കാവിലും ഒരേ സമയം മത്സരിക്കാൻ നോക്കിയെന്ന് പോലും. അതുകൊണ്ട് നമ്മൾ ഉള്ളിയേട്ടനുണ്ടല്ല ഒരു സ്ഥലത്ത് മാത്രമേ പൊട്ടാൻ പറ്റിയുള്ളൂ. അതായത് വട്ടിയൂർക്കാവിൽ കൂടി മത്സരിച്ചില്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ഒരേ സമയം പൊട്ടുന്നില്ല രണ്ടാമത്തെ റെക്കോർഡ് നമ്മൾ ഉള്ളി സുരേട്ടൻ നേടിയേനെ. നമ്മൾ ഉള്ളിയേട്ടൻ എന്താ വിചാരിച്ചറിയാം 2 സ്ഥലത്തും പൊട്ടിയിരുന്നെങ്കിൽ ഈ ഇലക്ഷനോടുകൂടി 11 സ്ഥലത്ത് 8 നില പൊട്ടിയ ഒരേ ഒരു നേതാവായിട്ട് നമ്മൾ ഉള്ളിയേട്ടൻ മാറുമായിരുന്നു. അതായത് നമ്മുടെ ശോഭേച്ചിനെ തോപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിയേട്ടൻ 1ാം സ്ഥാനത്ത് എത്തുമായിരുന്നു. പക്ഷെ അത് BJP-യിലെ ചില നേതാക്കന്മാരുണ്ടല്ല അത് മുടക്കി പോലും. പിന്നെ അടുത്ത പണിയിട്ടത് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിക്കാണ്. മുതലാളി എന്ന് വിചാരിച്ചറിയാം 3 BJP MLA പറഞ്ഞില്ല. അപ്പൊ നിയമസഭാ കക്ഷി നേതാവും നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയാവാന്നാണ് മുതലാളി വിചാരിച്ചത്. പക്ഷെ കുറച്ച് BJP നേതാക്കന്മാർ പറഞ്ഞില്ല അത് വേണ്ട മുതലാളി, അത് വേണ്ട, നിങ്ങൾ എല്ലാ സ്ഥലത്തും അങ്ങനെ നേതാവായി നിൽക്കണ്ട, തൽക്കാലം ഇത് V മുരളീധരൻ ആയാൽ മതി എന്ന് ചില BJP നേതാക്കന്മാർ പറഞ്ഞുകൂടി നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ ആ സ്വപ്നം അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ നമ്മുടെ V മുരളീധരന്റെ ഒരു ആനുകൂല്യം എന്നറിയാം, ക്രൂഡ് ഓയിലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു നേതാവാണല്ലോ നമ്മളെ V മുരളീധരൻ. അങ്ങനെ ലോകം മുഴുവൻ V മുരളീധരൻ അറിയപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി ആ മത്സരത്തിൽ 8 നില പൊട്ടിപ്പോയത്. ഇനി നമ്മളെ V മുരളീധരൻ ഉണ്ടല്ല നിയമസഭയിൽ ക്രൂഡ് ഓയിലിനെ കുറിച്ചൊക്കെ ചില ക്ലാസ് എടുക്കാണ്ട് അതൊക്കെ കേട്ടിട്ടുണ്ടല്ല 5 വർഷം നമുക്കുണ്ടല്ല ചിരിച്ച് പണ്ടടക്കാം. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ 10-40 വർഷമായിട്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ചെലവഴിച്ചിട്ടും ഇപ്രാവശ്യം 3 സീറ്റ് മാത്രം കിട്ടിയ നമ്മളെ കേരളത്തിലെ BJP-ന്റെ അവസ്ഥ. ഇങ്ങനെയുള്ള ചാണക സംഖ്യകളാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത്. അതായത് കൈയില്ലാത്ത ടീമാണ് വേറില്ലാത്തവരെ കളിയാക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. അപ്പൊ കൈയില്ലാത്ത ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ.